നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും ഒരു വേൾഡ് കപ്പിന് ബ്രസീൽ ഒരുങ്ങുമ്പോൾ ആ പൊസിഷനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ആശങ്കയുണ്ട്. ആ പൊസിഷനിൽ പ്രശ്നമുണ്ട് എന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡിനെ കുറിച്ച് പറയുന്നു സാക്ഷാൽ ഗിൽബർട്ടോ സിൽവ. ആരുടെ ഇവനൊക്കെ എന്നൊക്കെ ചോദിക്കാൻ കുറേ ആളുകളുണ്ടാവും. മിനിഞ്ഞാന്ന് ബ്രസീൽ ടീമിൻ്റെ ഫാനായവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കളിക്കാരനെ കണ്ടിട്ട് ബ്രസീൽ ടീമിൻ്റെ ഫാനായവനൊന്നും ഗിൽബർട്ടോ സിൽവ എന്ന 2002 ബ്രസീൽ ടീമിൻ്റെ കിരീട നേട്ടത്തിലെ അൺസങ് ഹീറോകളിൽ ഒരാളായ ആ ഡിഫൻസീവ് മിഡ്ഫീൽഡിലെ കരുത്തനായ താരത്തെ അറിയണമെന്നില്ല, അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആ ബ്രസീൽ ടീമിനെ കുറിച്ച് ഈ ബ്രസീലുമായി ബന്ധപ്പെട്ട ഒരു ഫാൻ പേജിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. അതിൽ നമുക്കറിയാലോ, ആ വേൾഡ് കപ്പിൽ വാഴ്ത്തപ്പെട്ട ബ്രസീലിയൻ ഹീറോകളുണ്ട്. റൊണാൾഡോ, റൊണാൾഡിനോ, റിവാൾഡോ, കാഫു, റോബർട്ടോ കാർലോസ്, ഇങ്ങനെയൊക്കെ. എന്നാൽ ആ വേൾഡ് കപ്പിൽ ചില അൺസങ് ഹീറോസ് ഉണ്ടായിരുന്നു ബ്രസീൽ ടീമിൽ. അതിലൊരാളാണ് ഗിൽബർട്ടോ സിൽവ, മറ്റൊരാളാണ് ക്ലബേഴ്സൺ, മറ്റൊരാളാണ് ലൂസിയോ. ബ്രസീലിയൻ ടീമിൽ അത്രയധികമൊന്നും വാഴ്ത്തപ്പെട്ടിട്ടുണ്ടാവില്ല ഈ നാമങ്ങൾ. അന്നത്തെ വേൾഡ് കപ്പ് വിജയത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ്. പക്ഷേ വലിയ രൂപത്തിൽ അങ്ങ് വാഴ്ത്തിപ്പാടിയിട്ടുണ്ടാവില്ല, കൊട്ടിഘോഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാളാണ് ഗിൽബർട്ടോ സിൽവ. ആ ഗിൽബർട്ടോ സിൽവയാണ് ഈ പറയുന്നത്. പിന്നെ ഗിൽബർട്ടോ സിൽവ ബ്രസീൽ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. 19 മത്സരങ്ങൾ കളിച്ചു. ആ വേൾഡ് കപ്പിന് മുമ്പ് എമേഴ്സൺ ആയിരുന്നു ആ പൊസിഷനിൽ കളിക്കേണ്ടിരുന്നത്. വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ ആദ്യ മത്സരത്തിന് മുമ്പ് എമേഴ്സൺ പരിക്ക് പറ്റി പുറത്തുപോയി. അങ്ങനെ ലൂയി ഫിലിപ്പെ സ്കോളരി ആ റോള്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോള് ഗിൽബർട്ടോ സിൽവയെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് ചെയ്ത് കാണിച്ചെന്ന് മാത്രമല്ല, ആ പൊസിഷനിൽ പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പോലും മിന്നും പ്രകടനം നടത്തിയ ആഴ്സണലിൻ്റെ ഇതിഹാസങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയും കൊണ്ട്. അതുകൊണ്ട് ആരുടെ ഇവനൊക്കെ എന്ന് ചോദിക്കാൻ വരുന്നവർ ആളറിഞ്ഞിട്ട് വേണം കളിക്കാൻ. എന്തായാലും ഗിൽബർട്ടോ സിൽവ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതാ ESPN ബ്രസീൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ബ്രസീൽ ടീമിനെ, നമ്മുടെ ദേശീയ ടീമിനെ നോക്കുമ്പോൾ എനിക്ക് ചെറിയ ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷൻ, അദ്ദേഹം കളിച്ച പൊസിഷനാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുക, നമ്മൾ ആ പൊസിഷനിലേക്ക് നോക്കുമ്പോൾ കാസമിറോ, ഫാബിഞ്ഞോ, അതിനപ്പുറത്തേക്ക് ഒരാളെ നമുക്ക് കാണാനുണ്ടോ? അവരാണ് ദേശീയ ടീമിൽ ആ റോളിൽ കളിക്കുന്നത്. ഐ ഡോണ്ട് സീ അതർ പ്ലെയേഴ്സ് ഡൂയിങ് വാട്ട് ദേ ഡു. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചർച്ചകൾ മോഡേൺ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ കുറിച്ച് നടത്തിയിരുന്നു. അതായത് ബോക്സിലേക്ക് കടന്നു ചെല്ലാൻ കപ്പാസിറ്റിയുള്ള, സ്കോർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, ഫിനിഷ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ. അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്നവർ. ഞാൻ പറയും അത് സെക്കൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ ഒരുപാട് പേര് മോഡേൺ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ആ രൂപത്തിൽ ഡിഫൈൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് മോഡേൺ ആവാം, കാസമിറോ ചെയ്യുന്നതും ചെയ്തുകൊണ്ട് മോഡേൺ ആവാം. എനിക്കത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടുണ്ട്. മക്ലയിൽ അത് ചെയ്തിട്ടുണ്ട്. ദുങ്ക, മൗറോ സിൽവ, ഇവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പലരും ഒരുപക്ഷെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അത്രയധികം മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആക്ച്വലി ബോൾ കൊണ്ടും ബോളില്ലാതെയും അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ടീമിൻ്റെ വിജയത്തിന് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പൊസിഷനിങ് ആണ്. വിത്തൗട്ട് ബോൾ എങ്ങനെ പൊസിഷനിങ് എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ റോള് അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കണം. നമ്മളൊരു വാച്ച് ഡോഗിനെ പോലെ അവിടെ നിൽക്കണം. അതാണ് ഡിഫൻസീവ് ലൈനിന് തൊട്ടു മുന്നിൽ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ അറ്റാക്കേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവരെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവരിൽ നിന്ന് ബോൾ വാങ്ങണം, മറ്റുള്ളവരിൽ നിന്ന് ബോൾ വാങ്ങണം, അവരിലേക്ക് ബോൾ കൊടുക്കണം. അവരാണ് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട റോളുണ്ടല്ലോ, അത് നമുക്കാണുള്ളത്. മോഡേൺ പ്ലെയേഴ്സ്, ഓൾ ദീസ് മോഡേൺ പ്ലെയേഴ്സ് അത് ചെയ്ത് കാണിക്കണം. സോ അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രധാനമായും വേണ്ടത്. ഇറ്റ്സ് സിംപ്ലിസിറ്റി വിത്തൗട്ട് ഇൻവെൻഷൻ. അതാണ് ഞാൻ ആ പൊസിഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്കായി കാണുന്നതെന്ന് കൂടി മാസ്റ്റർ, ആ പൊസിഷനിലെ മാസ്റ്റർ എന്ന് ബ്രസീലിന് വിളിക്കാവുന്ന ഗിൽബർട്ടോ സിൽവ പറയുന്നു. യെസ്, അതൊരു യാഥാർത്ഥ്യമാണ്. കാസമിറോക്കപ്പുറം നമ്മളിപ്പോൾ പല പേരുകൾ പറയുന്നുണ്ട്, പക്ഷേ കാസമിറോക്കപ്പുറം അദ്ദേഹം ഫാബിഞ്ഞോയെ കൂടി ചേർക്കുന്നുണ്ട്. മറ്റൊരാളെ മോഡേൺ ഫുട്ബോളിൽ ഒരു ഡിഫൻസീവ് മിഡ് എന്ന രൂപത്തിൽ ഉയർത്തി കാണിക്കാൻ ബ്രസീലിനുണ്ടോ? അത് അങ്ങനെയില്ല
എന്നുള്ളത് തന്നെ ആശങ്കപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ ഗിൽബർട്ടോ സിൽവ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.